അമ്മയോട് ഞാൻ ജോയിച്ചിനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റിങ്ങുണ്ട്. Shall I speak to Mr. Sunny Kurishingal? Hello. കൊടുക്കാം ഒരു മിനിറ്റ്. ഹലോ മാടായി സ്വാമി ഉണ്ടാ? എന്റെ അടുത്ത് നിന്ന് പൊടി വലിക്കരുതെന്ന് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ? ഹലോ സ്വാമി, ഞാനാ നടരാജൻ. ഞങ്ങളിപ്പോ മംഗലാപുരം കഴിഞ്ഞു. ഒന്നുമില്ല. 9നും 80നും ഇടയ്ക്കുള്ള നമ്പറാ. 79. അതാര്? കട്ടായില്ല. പൊടി നിന്നെ ഞാൻ ഇതിനെ നീ വട എന്ന് വിളിച്ചാൽ നിന്നെ ഞാൻ അമിതാഭ് ബച്ചൻ എന്ന് വിളിക്കും, അമീർ ഖാൻ എന്ന് വിളിക്കും, ദുൽഖർ സൽമാൻ എന്ന് വിളിക്കും. അനിയ, എൻ്റെ നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ആലയം പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ ഇന്ത്യൻ റെയിൽവേയുടെ ഈ ഒരു വട കഴിച്ചു കഴിഞ്ഞാൽ ഈ ആലയം ശൗചാലയമായി മാറും. ദൈവം മൂക്കുകുത്തിക്കൊണ്ടോടും. ഇന്ന് മനുഷ്യന്റെ ഉള്ളിൽ ദൈവ സാന്നിധ്യം ഇല്ലാതാകാനുള്ളതിന്റെ കാരണം അവൻ കഴിക്കുന്ന ഭക്ഷണമാണെന്നുള്ള കാര്യം അന്യനറിയോ? ഇതാണ് വട. ഒന്ന് കഴിച്ചു നോക്ക്. സാറിന്റെ ദേശം ഏതാ? തിരുവനന്തപുരം, കുടപ്പനക്കൊന്ന്. ചാർജർ ഇപ്പൊ തരാമേ? ഓ, തന്നില്ലേലും കുഴപ്പമില്ല. ഞാൻ ഈ ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് ഒരു 3 പെഗ് വീശി. അതിന്റെ പുറത്താണ് ഞാൻ ഈ ഒച്ചപ്പാടുണ്ടാക്കിയെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? കണ്ടിപ്പില്ല. ഞാൻ സ്വന്തം നിജന്താ അത്ര അറിഞ്ഞാ മതി. अरे संजय भाई, अरे ये तो मसाला रिपब्लिक फिल्म और हीरो मोइबोर हुकी. प्लीज कम मोइबोर हुकी. अदा गालवाटी अच्छा नदी भरा ढेउ बोझे ना तो केउ केनो तोरी मिछे बाओ बाओ रे नदी भरा ढेउ. ആസാമിൽ നിന്ന് ജോലി തേടി കേരളത്തിലെത്തി ഇവിടുത്തെ ഒരു സിനിമയിൽ അഭിനയിച്ച മിടുക്കൻ. അതൊരു ചെറിയ കാര്യമാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. കേരളം നിന്നെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റട്ടെ. പക്ഷെ ഒരു കാരണവശാലും നീ പാടാൻ ശ്രമിക്കരുത്. ജീവിതത്തിൽ വലിയ ബ്രഹ്മാണ്ഡ കാര്യങ്ങളൊന്നുമില്ല ഡോളി ആൻറ്റി. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പക്ഷെ നമുക്കതിൽ ആഹ്ലാദിക്കാൻ കഴിയണം, മനസ്സ് തുറന്ന് അഭിനന്ദിക്കാൻ കഴിയണം. എങ്കിലേ ജീവിതം ആനന്ദഭരിതമാകൂ. என்ன வேணும் சார்? ஒரு பழம் சாப்பிட்டு பார்க்கட்டுமா? சாப்பிடுங்க சார், சாப்பிடுங்க.
ആക്കട്ടെ. അത് ചോദിക്കാം. പറഞ്ഞ ഇയാൾക്ക് മനസ്സിലാവില്ലേ? പൊട്ടൻ. കിട്ടി. ഇങ്ങോട്ട് വരാ. എന്റെ പൊന്നെ, നമ്പർ കിട്ടി. ഹരിഹര റെഡ്ഡി എന്ന പേര്. ചന്ദ്രഗിരിയിൽ നിന്ന് ഇയാളും നമ്മുടെ കൂടെ വരും. കറക്റ്റ് സ്പോട്ട് ഇയാൾക്ക് അറിയത്തുള്ളൂ. പിന്നെ അയാളും കൂടെ വരുന്നത് നല്ലതാ. കൊല്ലത്തെ കോട്ടൂർ ബാറാണ് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ബാർ. ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിൽ മാത്രം യാത്ര ചെയ്യുന്ന കോട്ടൂർ നടരാജൻ മുതലാളി എന്താണ് ഈ സ്ലീപ്പർ ക്ലാസിന്റെ ബാത്റൂമിന്റെ സൈഡിൽ നിന്ന് പരിങ്ങുന്നെന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. എനിക്കെല്ലാം അറിയാം. ഇത് വെച്ചോളൂ. ഭഗവാനെ, ഭഗവതിയെ, നമുക്കെല്ലാം തുറന്നു പറഞ്ഞാലോ? ചവിട്ടി കൂട്ടും ഞാൻ. വേണ്ടല്ലേ? ഇനിയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് വലിക്കാം. പൊടി വലിക്ക. ഇങ്ങോട്ട് വന്നേ. ആ, അതിനും സമ്മതിച്ചില്ല. അവനെ പിടിക്കാ പോയേ. പഴവല്ലി അകത്താക്കിയിരിക്കുന്നത് ബാത്റൂമിൽ കാണും. ആരെങ്കിലും വരണ്ടോന്ന് നോക്ക്. ഹലോ സ്വാമി, ഞാനാ. സ്വാമി പറഞ്ഞത് അച്ചട്ടായിന്നാ തോന്നണേ. ഒരുത്തൻ ഇതിനകത്ത് കേറിയിട്ടുണ്ട്. 40-70 ഇടയ്ക്കാ. 50 ഓടോ 69. മലവെള്ളം പോലെ വന്നുകൂടും. കരുതലോടിരിക്കണം. ഇല്ലെങ്കിൽ ഹലോ കട്ടായിരുന്നത്. അതെ, ഒന്ന് നിന്നേ. ഞങ്ങൾ എങ്ങോട്ടാ പോണേ? ഒന്ന് പറഞ്ഞേ. അതെന്നോടാ ചോദിക്കുന്നത്? ഞങ്ങൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്ന് തനിക്കറിയാന്നല്ലേ പറഞ്ഞത്? എന്നാ പറ. പറയട്ടെ. നിങ്ങൾ പോകുന്ന അതേ സ്ഥലത്തേക്ക് തന്നെയാണ് ഞാനും പോകുന്നത്. നമുക്ക് അവിടെ വെച്ച് കാണാം. മൊത്തം 16 ബാറാ പൂട്ടിപ്പോയത്. എന്തിനാ? മൊത്തം 16 ബാറാ പൂട്ടിപ്പോയത്. പകുതിയെങ്കിലും ഒന്ന് തുറന്നു കിട്ടാൻ വേണ്ടി സകല എരപ്പാളികൾക്കും കാശ് കൊടുത്ത് മുടിഞ്ഞു. അപ്പോഴാ മാടാനി മടത്തിന്ന് പറഞ്ഞത് നാഗമാണിക്യം കൊണ്ട് പൂജാമുറിയിൽ വെച്ചാ രക്ഷപ്പെടൂന്ന്. അവിടുന്ന് പറഞ്ഞ അച്ചട്ട് കേസാ. പക്ഷേ ഈ സാധനം ഒന്ന് ഒത്തു കിട്ടണ്ടേ? അപ്പോഴാ രത്നഗിരിയിൽ ഈ സംഗതി ഉണ്ടെന്ന് വിവരം കിട്ടിയത്. ഗുരുദേവനാണ് അങ്ങോട്ടുള്ള പോക്ക. സാറ് ഞങ്ങളെ ഒന്ന് വിട്ടുപിടി. പകരം എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ തരാം. ഇവിടെ ഉണ്ട്, തരും. ഇവിടെ ഉണ്ട്, ഉറപ്പായിട്ട് തരും. എന്റെ ചേട്ടാ, അതാ ഇത് കണ്ടോ? ഇത് വായിച്ചപ്പോൾ തോന്നിയ ഒരു നേരം പോക്ക്. കോട്ടൂർ ബാർ റിസർവേഷൻ ചാർട്ട് നോക്കിയപ്പോൾ പേരും കിട്ടി. അത്രേ ഉള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് നോക്കിയോ, ഞാനാ വഴിക്കേയില്ല. അതെ, പിന്നെ ഒരു ഉപദേശം തരാം. കൊള്ള, കൊല, നാഗമാണിക്യം തുടങ്ങിയ ഉഡായിപ്പുകൾക്ക് പോകുന്ന വഴിക്ക് ഇത്തരം നെയിം ബോർഡുകൾ വെക്കാൻ പാടില്ല. ഓക്കേ?